കോട്ടയം ചങ്ങനാശ്ശേരിയിൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ നിന്ന് ഡോക്ടറെ രക്ഷിച്ച് പോലീസ്. മുംബൈ പോലീസ് എന്ന വ്യാജേന വെർച്വൽ അറസ്റ്റിലൂടെ 5,25,000 രൂപയാണ് ഡോക്ടറിൽ നിന്നും തട്ടിയെടുത്തത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഇടപെടലിനെ തുടർന്ന് 4,35,000 രൂപ തിരിച്ചുപിടിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടർക്ക് വന്ന കൊറിയറിൽ നിരോധിത ഉൽപ്പന്നങ്ങളുണ്ടെന്ന പേരിലായിരുന്നു തട്ടിപ്പ് സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. മുംബൈ പോലീസ് എന്ന വ്യാജേന ഡോക്ടറെ വിളിച്ച തട്ടിപ്പുകാർ ജാമ്യത്തിൽ ഇറങ്ങണമെങ്കിൽ 30 ലക്ഷം രൂപ കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. ഡോക്ടർ തട്ടിപ്പിൽ വീണു. ആദ്യഘട്ടമായി ആവശ്യപ്പെട്ട 5,25,000 രൂപ കൈമാറി. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയെങ്കിലും സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയക്കുന്നതെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. ഓൺലൈൻ തട്ടിപ്പുകൾ തടയാനുള്ള SBIയുടെ പ്രത്യേക മോണിറ്ററിംഗ് സംവിധാനത്തിൽ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഇവർ ഉടനെ ചങ്ങനാശ്ശേരി ബാങ്ക് മാനേജരെ വിവരമറിയിച്ചു. ബാങ്ക് മാനേജർ തിരുവനന്തപുരത്തുള്ള സൈബർ സെല്ലിന് വിവരം കൈമാറി. പിന്നാലെ ചങ്ങനാശ്ശേരി പോലീസ് ഡോക്ടറുടെ വീട്ടിലെത്തിയെങ്കിലും ഡോക്ടർ സഹകരിച്ചില്ല. പിന്നീട് ബലം പ്രയോഗിച്ച വീട്ടിൽ കയറിയാണ് പോലീസ് തട്ടിപ്പ് തടഞ്ഞത്. ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ് ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1930 വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. തട്ടിപ്പുകാർ സുപ്രീം കോടതിയുടേതെന്ന രീതിയിൽ ചില രേഖകളും ഡോക്ടർക്ക് അയച്ചു നൽകിയിരുന്നു. പോലീസ് ഇടപെടലിനെ തുടർന്ന് 4,65,000 രൂപ മരവിപ്പിച്ചു. 65,000 രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പ് സംഘം ആദ്യം ബന്ധപ്പെട്ടപ്പോൾ തന്നെ പോലീസുമായി നേരിട്ടോ അടിയന്തര ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ തട്ടിപ്പ് നേരത്തെ തടയാമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ജനം, കോട്ടയം.